നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ട് തന്നെ 128 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് കേരള സർക്കാരിന്റെ ആവശ്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തമിഴ്നാടും കേരളവും അയൽപ്പക്ക സ്നേഹം മറന്നുപോവേണ്ട സംസ്ഥാനങ്ങളല്ല. സുപ്രീം കോടതിയും സൂപ്പർവൈസറി കമ്മിറ്റിയും നിർദ്ദേശിച്ച ഡാമിന്റെ ബലപ്പെടുത്തൽ നടപടികൾക്ക് കേരളം ഒരു തടസ്സവും ഉന്നയിച്ചിട്ടില്ലെന്നും മന്ത്രി. രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥയായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. അവിശ്വാസ പ്രമേയം നൽകിയത് LDFന്റെ ജ്യോതി സതീഷ് കുമാറിനെതിരെ. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും നിലവിൽ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF. മൂന്നാർ ദേവികുളം അസൈൻമെന്റ് കമ്മിറ്റിയിൽ പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചു. മറയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ 43ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ കമ്മിറ്റിയിൽ തീരുമാനം. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീർക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള മേഖലകളിലും പട്ടയ നടപടികൾ ഉടനെ പൂർത്തീകരിക്കാനാവുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ. രാജകുമാരി ഖജനാപ്പാറയിൽ ഏലത്തോട്ടം ഉടമയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന CPM നേതാക്കളായ പ്രതികൾ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പ്രതികൾ കീഴടങ്ങിയത് തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശിയും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ രാജൻ, ഇദ്ദേഹത്തിന് ഡ്രൈവർ പേട്ട സ്വദേശി അനിൽ എന്നിവരെ ആക്രമിച്ച കേസിൽ. വിശദമായ വാർത്തകൾ. തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ട് തന്നെ 128 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് കേരള സർക്കാരിന്റെ ആവശ്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തമിഴ്നാടും കേരളവും അയൽപ്പക്ക സ്നേഹം മറന്നുപോവേണ്ട സംസ്ഥാനങ്ങളല്ല. സുപ്രീം കോടതിയും സൂപ്പർവൈസറി കമ്മിറ്റിയും നിർദ്ദേശിച്ച ഡാമിന്റെ ബലപ്പെടുത്തൽ നടപടികൾക്ക് കേരളം ഒരു തടസ്സവും ഉന്നയിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം ഉറപ്പാക്കി ഇരു സംസ്ഥാനങ്ങളും ആലോചിച്ച് നല്ല നിലയിൽ ഈ വിഷയം പരിഹരിക്കണമെന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിയും പുതിയ ഡാം ഉണ്ടാകണമെന്ന നിലപാട് നിയമസഭയിൽ പറഞ്ഞിരുന്നു. പുതിയ ഡാമിന്റെ ഡിസൈനും പാരിസ്ഥിതിക ആഘാത പഠനവും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് സമഗ്രമായ സുരക്ഷാ അവലോകനം നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. സമീപകാലങ്ങളിൽ ഈ ആവശ്യം കേരളം വീണ്ടും ഉയർത്തുകയുണ്ടായി. 2023 ഡിസംബർ 8-നാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനെയൊരു ആവശ്യം വീണ്ടും കേരളം ഉന്നയിച്ചത്. ലിബിയയിൽ ഡാം തകർന്നതിനെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പഴക്കം ചെന്ന ഡാമുകളെക്കുറിച്ച് പരാമർശിച്ചതാണ് ഇതിനാധാരമായ വിഷയം. 2022 ഏപ്രിൽ 8-ന് സൂപ്പർവൈസറി കമ്മിറ്റിയിൽ 2 ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ചിരുന്നു. ഇത് അംഗീകരിച്ച് 5-അംഗ സമിതി നിലവിൽ വന്നു. ഈ ഘട്ടത്തിൽ സുരക്ഷയെ സംബന്ധിച്ച പുതിയ പഠനം നടത്താൻ സൂപ്പർവൈസറി കമ്മിറ്റിയെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തി. എന്നാൽ പുതിയ പഠനം വേണമെന്ന 2022 മുതലുള്ള ആവശ്യത്തിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരാൻ സാധിച്ചില്ല. ഈ അവസരത്തിലാണ് ഈ വാർത്തയും ആശങ്കയും സുപ്രീം കോടതിയെ അറിയിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് 2023 ഡിസംബർ 19-ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ സുരക്ഷാ അവലോകനം നടത്തുന്നതിനായുള്ള ടേംസ് ഓഫ് റെഫറൻസ് അന്തിമമാക്കാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടത്. പിന്നീടാണ് 2024 ജനുവരി 9-ന് ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്ത് തമിഴ്നാട് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുപ്രീം കോടതിയും സൂപ്പർവൈസറി കമ്മിറ്റിയും നിർദ്ദേശിച്ച ഡാമിന്റെ ബലപ്പെടുത്തൽ നടപടികൾക്ക് കേരളം ഒരു തടസ്സവും ഉന്നയിച്ചിട്ടില്ല. പകരം ഇതിനാവശ്യമായ മുൻകൈ തമിഴ്നാട് സ്വീകരിക്കണമെന്നും അതോടൊപ്പം പുതിയ ഡാം വേണമെന്ന ആവശ്യം തത്വത്തിൽ അംഗീകരിച്ച് പ്രസ്തുത ബലപ്പെടുത്തൽ പൂർത്തിയാക്കണമെന്നുമാണ് ജനസുരക്ഷയെ കണക്കിലെടുത്ത കേരളം എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി AK സിംഗ്, ചീഫ് എഞ്ചിനീയർ R പ്രിയേഷ് എന്നിവർ പങ്കെടുത്തു. രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥയായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. LDFന്റെ ജ്യോതി സതീഷ് കുമാറിനെതിരെയാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം നൽകിയത്. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും നിലവിൽ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. 2020 ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 21-അംഗ ഭരണസമിതിയിൽ 11 അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസാണ് അധികാരത്തിലെത്തിയത്. എന്നാൽ 2 അംഗങ്ങൾ കൂറുമാറി ഇടതു പാളയത്തിലേക്ക് പോയതോടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായി. കൂറുമാറിയവർക്ക് LDF ഭരണത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചു. പിന്നീട് 2 LDF അംഗങ്ങൾ കൂറുമാറി കോൺഗ്രസിലെത്തി. ഇതിനെ തുടർന്ന് ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെ LDF ഭരണം തുടരുകയായിരുന്നു. എന്നാൽ പിന്നീട് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും കോൺഗ്രസ് അംഗത്തെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് കൂറുമാറിയ 2 LDF അംഗങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു. 6 മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് LDFന്റെ ജ്യോതി സതീഷ് കുമാറിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് അവിശ്വാസ പ്രമേയം നൽകിയത്. കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഒരു വോട്ട് അസാധുവായതിനെ തുടർന്ന്
സാങ്കേതികമായി ഭരണത്തിൽ തുടർന്ന മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജ്യോതി സതീഷ് കുമാറിനെതിരെ ഇന്ന് കോൺഗ്രസിൻ്റെ അംഗങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഇന്ന് അവിശ്വാസ പ്രമേയത്തിന് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ നോട്ടീസ് സമർപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും അതോടൊപ്പം തന്നെ ഭരണ സ്ഥിരതയില്ലാതെ ഭരണ വീഴ്ച നടത്തിയ പ്രസിഡന്റിനെതിരെ ഒരു നിമിഷം പോലും പ്രസിഡന്റ് അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്നതിൻ്റെ പേരിൽ ഒരുമിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്ന് അവിശ്വാസ പ്രമേയം നൽകിയിട്ടുണ്ട്. നിലവിലെ 19 അംഗ ഭരണസമിതിയിൽ 11 അംഗങ്ങളുടെ പിന്തുണയുള്ള കോൺഗ്രസ് അവിശ്വാസ പ്രമേയം വിജയിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ്. മൂന്നാർ ദേവികുളം അസൈൻമെന്റ് കമ്മിറ്റിയിൽ പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചു. മറയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ 43ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ കമ്മിറ്റിയിൽ തീരുമാനമായി. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീർക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള മേഖലകളിലും പട്ടയ നടപടികൾ ഉടനെ പൂർത്തീകരിക്കാനാവുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. ഏറെ നാളത്തെ അപേക്ഷകൾക്കും കാത്തിരിപ്പിനുമൊടുവിലാണ് മറയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ 43 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുവാൻ ദേവികുളത്ത് നടന്ന അസൈൻമെന്റ് കമ്മിറ്റിയിൽ തീരുമാനമായത്. ദേവികുളം താലൂക്കിൽ നിരവധിയായ ഭൂമി പ്രശ്നങ്ങൾ വെല്ലുവിളിയാകുമ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മാത്രമാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും ഭൂപ്രശ്നങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്കും പട്ടയം നൽകാനുള്ള നടപടി വേഗത്തിലാക്കുമെന്നും ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. മറയൂർ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ദീർഘനാളത്തെ ഒരു ആവശ്യമാണ്. മറയൂർ രാജീവ് ഗാന്ധി കോളനി ഹൗസിംഗ് ബോർഡ് കോളനിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് അവർ കുറേ ദിവസം പ്രതീക്ഷിച്ചിരുന്നത്. അപ്പം അതിനെല്ലാം ഇന്നൊരു പരിഹാരമുണ്ടാകുകയാണ്. ഈ ദേവികുളം അസൈൻമെൻറ്റ് കമ്മിറ്റിയിൽ ഈ ഹൗസിംഗ് ബോർഡിൽ താമസിക്കുന്ന ഏകദേശം 43ഓളം കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ബാക്കി നടപടിക്രമങ്ങളും കൂടെ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അവർക്ക് പട്ടയം നൽകും. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേഖലയിൽ ചില സാങ്കേതിക വിഷയങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഓരോ മേഖല തിരിച്ചും പട്ടയം എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അസൈൻമെന്റ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്നും അസൈൻമെന്റ് കമ്മിറ്റിയിൽ CPI നേതാവ് P. പഴനിവേൽ വിമർശനമുന്നയിച്ചു. കമ്മിറ്റിയിൽ പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചതോടെ ദേവികുളത്തെ ബാക്കിയുള്ള മേഖലകളിലും പട്ടയം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തഹസിൽദാർ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ കമ്മിറ്റിയിൽ പങ്കെടുത്തു. രാജകുമാരി കച്ചനാപ്പാറയിൽ ഏലത്തോട്ടം ഉടമയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന CPM നേതാക്കളായ പ്രതികൾ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശിയും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ രാജൻ, ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ പേട്ട സ്വദേശി അനിൽ എന്നിവരെ ആക്രമിച്ച കേസിലാണ് പ്രതികൾ കീഴടങ്ങിയത്. കട്ടപ്പന കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ ഒളിവിലായിരുന്ന CPM നേതാക്കളായ പ്രതികളാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശിയും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ രാജൻ, ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ പേട്ട സ്വദേശി അനിൽ എന്നിവരെ ആക്രമിച്ച കേസിലാണ് CPM ഖജനാപ്പാറ ലോക്കൽ സെക്രട്ടറി S. മുരുകൻ, രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം P. രാജാറാം, ഇളങ്കോവൻ, പാണ്ഡ്യൻ എന്നിവർ കീഴടങ്ങിയത്. മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ കീഴടങ്ങിയത്. തൊഴിൽ തർക്കത്തെ തുടർന്ന് CITU യൂണിയൻ അനിശ്ചിതകാല സമരം നടത്തുന്ന ഖജനാപ്പാറയിലെ ഏലത്തോട്ടത്തിന്റെ ഉടമയാണ് പരിക്കേറ്റ രാജൻ. S. മുരുകൻ, P. രാജാറാം, ഇളങ്കോവൻ എന്നിവർ ഈ ഏലത്തോട്ടത്തിൽ പ്രവേശിക്കരുതെന്നും ഏലത്തോട്ടത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവുള്ളപ്പോഴാണ് കഴിഞ്ഞ 23-ന് അറസ്റ്റിലായ പ്രതികളും കണ്ടാലറിയാവുന്ന മറ്റ് 8 പേരും ചേർന്ന് തോട്ടത്തിനകത്ത് കയറി രാജനെയും ഡ്രൈവറെയും മർദ്ദിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ വ്യക്തി കയ്യേറിയ അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ഗവൺമെന്റ് LP സ്കൂളിന്റെ സ്ഥലം തിരിച്ചുപിടിക്കാൻ ഗ്രാമപഞ്ചായത്ത് നിയമ നടപടി തുടങ്ങി. സ്വകാര്യ വ്യക്തി കയ്യേറിയ സ്കൂളിന്റെ സ്ഥലം തിരിച്ചുപിടിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയം പാസാക്കി. ഭൂമി മറ്റൊരാളുടെ പേരിലായത് എങ്ങനെയെന്ന് അന്വേഷിക്കാനും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന 47 സെന്റ് ഉൾപ്പെടെ 84 സെന്റ് റവന്യൂ ഭൂമി സ്കൂളിന് കളിക്കളം നിർമ്മിക്കാൻ 1993-ൽ ദേവികുളം RDO ആണ് സ്കൂളിന് വിട്ടു നൽകിയത്. 1995 വരെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന വില്ലേജ് ഓഫീസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെങ്കിലും കുട്ടികൾക്ക് കളിസ്ഥലം നിർമ്മിക്കാൻ നടപടിയുണ്ടായില്ല. അതിനിടെ ഇതിനോട് ചേർന്ന് താമസിക്കുന്ന സ്വകാര്യ വ്യക്തി ഭൂമി കൈവശപ്പെടുത്തുകയും തുടർന്ന് ഭാര്യയുടെ പേരിലേക്ക് മാറ്റി രേഖയുണ്ടാക്കുകയും ചെയ്തു. പഞ്ചായത്തും സ്കൂൾ അധികൃതരും ഭൂമിയുടെ കാര്യത്തിൽ അന്ന് വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ല.
പിന്നീട് PTA കമ്മിറ്റിയിൽ പ്രശ്നം ഉയർന്നു വരികയും 2012-ലും 2023-ലും പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശി ആരാണെന്ന് വ്യക്തമല്ലെന്ന് പറഞ്ഞ റവന്യൂ വകുപ്പ് പരാതിയിൽ എതിർ നിലപാട് സ്വീകരിച്ചു. സ്ഥലം കയ്യേറിയ സ്വകാര്യ വ്യക്തി മുൻപ് റവന്യൂ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഇതാണ് റവന്യൂ വകുപ്പ് പ്രശ്നത്തെ അവഗണിക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. RDOയുടെ ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോഴും സ്കൂൾ രേഖയിലുണ്ട്. ഇക്കാര്യം ബോധ്യപ്പെട്ടതോടെ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി പ്രശ്നം ചർച്ച ചെയ്യുകയും ഭൂമി വീണ്ടെടുക്കുന്നതിനാവശ്യമായ നടപടി ആവശ്യപ്പെട്ട പ്രമേയം പാസാക്കുകയും ചെയ്തതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. നമ്മുടെ മാട്ടുകെട്ട ഗവൺമെന്റ് സ്കൂളിന്റെ ഏറെ സ്ഥലം കളിക്കളം അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു സ്വകാര്യ വ്യക്തി സ്വന്തം പേരിലാക്കിയെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഫയൽ നമ്പർ അടക്കം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. സ്കൂളിന് അനുവദിച്ച ഭൂമി എങ്ങനെ മറ്റൊരാളുടെ പേരിലായെന്നും ആരാണ് സഹായിച്ചതെന്നും തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തി ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി പറഞ്ഞു. ദേവികുളം RDO 84 സെന്റ് സ്ഥലം സ്കൂളിന് കളിസ്ഥലമായി അനുവദിച്ചിട്ടുള്ളതായിരുന്നു. എന്നാൽ ഈ കളിസ്ഥലം ഒരു സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരിക്കുന്നതായി മനസ്സിലാക്കി സ്കൂൾ PTA താലൂക്കിലേക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഇതിൻ പ്രകാരം സ്കൂളിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന 47 സെന്റ് സ്ഥലം മറ്റൊരാൾ കൈവശം വെച്ചതായി കാണപ്പെടുകയും അത് തിരിച്ചെടുക്കുന്നതിനായിട്ട് സ്കൂളിൻ്റെ കളിസ്ഥലത്തിനായി തിരിച്ചെടുക്കുന്നതിനായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി ഇന്നലെ പ്രമേയം പാസാക്കുകയും ചെയ്തു. നിലവിൽ സർക്കാർ LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കളിക്കളം ഇല്ലാത്ത അവസ്ഥയാണ്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകേണ്ടതുണ്ടെന്ന് പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പോപ്സ് എസ്റ്റേറ്റ് വണ്ടിപ്പെരിയാർ മഞ്ചുമല ഫാക്ടറി പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് R. തിലകൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തേയിലത്തോട്ടം തൊഴിലാളികളുടെ പ്രതിമാസ ശമ്പളവും ചിലവ് കാശും സമയബന്ധിതമായി വിതരണം ചെയ്യുക, തേയിലത്തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പോപ്സ് എസ്റ്റേറ്റ് വക വണ്ടിപ്പെരിയാർ മഞ്ചുമല ഫാക്ടറി പടിക്കൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ടൗൺ ചുറ്റി ഫാക്ടറി പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരത്തിൽ PTT യൂണിയൻ സെക്രട്ടറി R. ദിനേശൻ അധ്യക്ഷനായിരുന്നു. CITU ജില്ലാ പ്രസിഡന്റ് R. തിലകൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ തോട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ആകെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ രണ്ടേ പേരല്ലേ ഉള്ളൂ. ഒന്ന് പ്രസാദും മറ്റൊന്ന് വെൽഫെയർ ഓഫീസറും. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും തൊഴിലാളികളുമായി ബന്ധപ്പെട്ടോ യൂണിയനുകളുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വരുന്നുണ്ടോ? അപ്പൊ ഇവിടെ തോട്ടം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് തൊഴിലാളികൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. തോട്ടം നടത്തിപ്പിന് കൃത്യമായി അതിന്റെ ഒരു മാനേജ്മെന്റ് സംവിധാനം ഉണ്ടാവണം, കാര്യക്ഷമത ഉണ്ടാവണം. ആ മാനേജ്മെന്റും കൃത്യമായി ഇടപെടുന്ന കാര്യക്ഷമതയോടുകൂടി ഇടപെടാൻ കഴിയുന്ന മാനേജ്മെന്റ് സംവിധാനവും ഉണ്ടാവണം. അത് മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം. അത് നിങ്ങൾക്ക് മാത്രം മാനേജ്മെന്റിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം B. മുരുകലക്ഷ്മി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ D. സുന്ദർരാജ്, CR സോമൻ, KM ഉഷ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. സെൽവത്തായി, M. തങ്കദുരൈ, മറ്റ് നേതാക്കളായ K. ചന്ദ്രൻ, CP ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. മലയോര ഹൈവേ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ CPM കാഞ്ചിയാർ പള്ളിക്കവലയിൽ സംഘടിപ്പിച്ച ബഹുജന മാർച്ചിൽ പ്രതിഷേധമിരമ്പി. നാട്ടുകാരും തൊഴിലാളികളും ഉൾപ്പെടെ 100-ലേറെ പേർ പ്രതിഷേധത്തിൽ അണിനിരന്നു. മലയോര ഹൈവേ നിർമ്മാണത്തിനെതിരെ കാഞ്ചിയാർ പള്ളിക്കവല സ്വദേശി ഹൈക്കോടതിയെ സമീപിച്ചതോടെ പാലാക്കട മുതൽ 500 മീറ്റർ ഭാഗത്തെ നിർമ്മാണമാണ് മുടങ്ങിയിരിക്കുന്നത്. 200 മീറ്റർ ടാർ ചെയ്തെങ്കിലും വശങ്ങളിൽ ഐറിഷ് ഓടിയും സംരക്ഷണ ഭിത്തിയും പൂർത്തിയായിട്ടില്ല. 300 മീറ്റർ ഭാഗത്തെ നിർമ്മാണം പൂർണ്ണമായി മുടങ്ങിയിരിക്കുകയാണ്. 2 കലുങ്കുകൾ ഉൾപ്പെടെ ഈ ഭാഗങ്ങളിൽ നിർമ്മിക്കാനുണ്ട്. ഈ നിർമ്മാണങ്ങൾ തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് CPM സ്വരാജ് ലോക്കൽ കമ്മിറ്റി പള്ളിക്കവലയിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തിയത്. കോടതി
പ്രതിഷേധ യോഗം CPM ഏരിയ കമ്മിറ്റി അംഗം മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഓരോ പ്രദേശത്തും ആ റോഡിന്റെ പരിസരത്തൂടെ ആളുകൾ നടക്കാൻ പാടില്ല, അങ്ങോട്ട് പോക്കാൻ പാടില്ല, ആ വഴിക്ക് പിന്നെ വാഹനം ഓടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയല്ല നമ്മുടെ നാട്ടിൽ. ഇതന്നെ നമ്മുടെ നാട്ടിൽ ജന്മിത്വവും നാടുവാഴ്ത്തവും ഒക്കെ നിലനിൽക്കുന്ന കാലമാണെന്നാണോ ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്? ഏതെങ്കിലും പിന്നെ കുബുദ്ധികളായിട്ടുള്ള ആളുകളുടെ നിർദ്ദേശമനുസരിച്ച് ഹൈക്കോടതി പോയി, സുപ്രീം കോടതി പോയി, അപ്പുറത്ത് പോയി, ഇപ്പുറത്ത് പോയി എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വിഷയമുള്ള കാര്യമല്ല. നാട്ടുകാര് ഒരുമിച്ചിറങ്ങുമ്പോ എല്ലാ കോടതികളും വഴിമാറും, എല്ലാ ഭരണ സംവിധാനങ്ങളും വഴിമാറും. അങ്ങനെ ഒരു നാടിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരമുള്ള എല്ലാ അധികാര സംവിധാനങ്ങളും വഴിമാറും. ആ ആളുകളുടെ, ബഹുജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഉടനെ ഞങ്ങൾ കോടതിയിൽ പോകും. കോടതിയിലൊക്കെ പോകാൻ എല്ലാവർക്കും അറിയാം. ആ സ്വന്തമായിട്ട് കുറെ പണമുണ്ടെങ്കിൽ മാത്രമല്ല കോടതിയിൽ പോകാവുന്നത്. ഞങ്ങളും കോടതിയിലേക്ക് പോകേണ്ടി വന്നാൽ പോകും. ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, ഈ നാട്ടിലെ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ അണിനിരത്തിക്കൊണ്ട് അവരുടെ കൂടി അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി പൊതു താല്പര്യ ഹർജി കൊടുക്കേണ്ടി വന്നാൽ ആ പൊതു താല്പര്യ ഹർജി കൊടുക്കാൻ CPIM മുന്നിട്ടിറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വരാജ് ലോക്കൽ സെക്രട്ടറി KC ബിജു യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. കാഞ്ചിയാർ ലോക്കൽ സെക്രട്ടറി VV ജോസ്, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി, ലോക്കൽ കമ്മിറ്റി അംഗം KP സജി തുടങ്ങിയവർ സംസാരിച്ചു. ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംഭരണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ചേരമ സാംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ K തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതിയിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ദളിത് ക്രൈസ്തവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ആവശ്യപ്പെട്ടാണ് ചേരമ സാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാന വ്യാപകമായി പ്രചരണ ജാഥ നടത്തുന്നത്. ഏലപ്പാറയിൽ നിന്നും തിങ്കളാഴ്ച ആരംഭിച്ച ജാഥ സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷാണ് നയിക്കുന്നത്. ഈ ജാഥയ്ക്കാണ് കട്ടപ്പനയിൽ സ്വീകരണം നൽകിയത്. ഏറ്റെടുത്ത് പറയുന്ന ധീരനായ നേതാവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ KK സുരേഷ് സാർ, അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരിക. സ്വീകരണ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ K തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്ത്യാനികളായി നിൽക്കുന്ന സഹോദരങ്ങൾക്ക് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, സംവരണ വിഷയം, ആ വിഷയം ഞങ്ങൾ കൃത്യമായി നേടിയെടുത്തുകൊണ്ട് തന്നെ ദളിത് ക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നീതി ലഭിക്കും. അതാണ് ഞങ്ങൾ മുദ്രാവാക്യം. അവർക്ക് കിട്ടേണ്ട സംവരണം അത് കൃത്യമായി ലഭിച്ചുകൊണ്ട് അവർക്ക് നൽകിക്കൊണ്ട് ഈ ഗവൺമെന്റിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അറിയിക്കുക. കേരളത്തിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ, ഇടതും വലതും ഗവൺമെന്റുകൾ കേരളത്തിൽ മാറി മാറി വന്നപ്പോൾ അവരെ ഈ ദളിത് ക്രൈസ്തവ വിഭാഗങ്ങളെ, അവരുടെ അവകാശങ്ങളെ നിരാകരിക്കുക. പല ബോർഡുകളിൽ നിന്നും ഈ സഹോദരങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ട സംവരണത്തിന് വേണ്ടി പല ബോർഡുകളിൽ നിന്നും വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുക മറ്റുള്ള സംഘടനകൾ തയ്യാറായിട്ടുണ്ട്. ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ പര്യടനം നടത്തുന്ന ജാഥ 28-ന് സമാപിക്കും. ജനുവരി 29-ന് രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ആയിരങ്ങൾ പങ്കെടുക്കുന്ന മാർച്ചും നടക്കും. കട്ടപ്പനയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ CSDS സംസ്ഥാന സമിതി അംഗം മോബിൻ ജോണി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ പ്രശാന്ത് രാജു, ബിനു കേശവൻ, CSDS ഇടുക്കി താലൂക്ക് പ്രസിഡന്റ് രാജൻ കുഞ്ഞൂഞ്ഞ, താലൂക്ക് കമ്മിറ്റി അംഗം KK സാബു എന്നിവർ സംസാരിച്ചു. പുതുക്കി നിർമ്മിച്ച നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ കൂദാശ 18-ന് നടക്കും. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക സ്വീകരണവും നെടുങ്കണ്ടത്ത് നൽകുമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഫെറോന പള്ളിയുടെ കൂദാശയും പ്രതിഷ്ഠയും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദൈവാലയ പ്രഖ്യാപനവുമാണ് 18-ന് നടക്കുന്നത്. തിരുനാൾ 19-ന് ആരംഭിച്ച് 28-ന് സമാപിക്കും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ദൈവാലയ കൂദാശയും പ്രഖ്യാപനവും നടത്തുന്നതെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ഈ ഹൈറേഞ്ചിന്റെ മലമടക്കുകളിൽ കുടിയേറിയ ക്രൈസ്തവരുടെ വിശ്വാസ തീഷ്ണതയ്ക്ക് സീറോ മലബാർ സഭ നൽകുന്ന വലിയ ഒരു അംഗീകാരമാണ് ഇവിടുത്തെ ആദ്യകാല ദൈവാലയങ്ങളിൽ ഒന്നായ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ദൈവാലയം
മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെടുന്നത് 18-ാം തീയതി വ്യാഴാഴ്ച സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് നെടുങ്കണ്ടത്ത് പുതുക്കപ്പെടുന്ന ദൈവാലയത്തിന്റെ കൂദാശ കർമ്മവും തുടർന്ന് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് ആയി പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഈ വിശുദ്ധമായ കർമ്മത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്. 1952 സ്ഥാപിതമായ ദൈവാലയമാണ്. നാനാജാതി മതസ്ഥരായ ആളുകൾ വിശ്വാസപൂർവ്വം കടന്നുവന്ന് പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ ഒരു പള്ളി എല്ലാവരുടെയും സഹകരണത്തോടു കൂടി പുതുക്കി നിർമ്മിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുവാനും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ, മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ, മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കൽ എന്നിവർ സഹകാർമ്മികരാകും. പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും കൂദാശ കർമ്മത്തിനു ശേഷം സ്നേഹവിരുന്നും ക്രമീകരിച്ചിട്ടുണ്ട്. 27-ന് വൈകുന്നേരം 4-ന് നടക്കുന്ന പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് ശേഷമുള്ള തിരുനാൾ സന്ദേശം മാർ ജോൺ നെല്ലിക്കുന്നിൽ നൽകും. തുടർന്ന് കിഴക്കേക്കവല വഴി ടൗൺ പ്രദക്ഷിണവും 28-ന് വൈകുന്നേരം പടിഞ്ഞാറക്കവല വഴി ടൗൺ പ്രദക്ഷിണവും നടക്കും. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 64ാമത് വാർഷികവും +2 രജത ജൂബിലിയും യാത്രയപ്പ് സമ്മേളനവും ജനുവരി 17-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടക്കുന്ന പരിപാടി കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ +2 രജത ജൂബിലിയും സ്കൂൾ വാർഷികവും യാത്രയപ്പുമാണ് ജനുവരി 17-ാം തീയതി നടക്കുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിലാണ് പരിപാടികൾ നടക്കുക. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ അധ്യക്ഷത വഹിക്കുന്ന പരിപാടി കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ മേരി അഗസ്റ്റിൻ, മിനിമോൾ ഫ്രാൻസിസ് എന്നിവരെ ആദരിക്കും. കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ഐലുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 64ാമത് വാർഷികവും ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അതായത് +2 തുടങ്ങിയതിൻ്റെ 25ാമത് വാർഷികവും കൂടിയാണ്. രജത ജൂബിലിയാണ് ജനുവരി 17-ാം തീയതി ആഘോഷിക്കുന്നത്. അതിൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിമന്യ മെത്രാൻ മാർ ജോസ് പുളിക്കൽ പിതാവ് പ്രസ്തുത സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. നമ്മുടെ ആനിവേഴ്സറി ചടങ്ങ് 17/1/2024 10 മണിക്ക് കൃത്യം ആരംഭിക്കും. ഉദ്ഘാടന സമ്മേളനവും അതിനുശേഷം ആദരവും യാത്രയയപ്പും ജൂബിലി സംബന്ധിക്കുന്ന കാര്യങ്ങളും ആ ചടങ്ങിൻ്റെ മുഖ്യ ആകർഷണമായിരിക്കും. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സ്കൂളിന്റെ മുൻ മാനേജർമാർ, പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, 1998 മുതൽ ഹയർ സെക്കൻഡറിയിൽ പഠിച്ച വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, പ്രിൻസിപ്പൽ മാണി KC, ഹെഡ്മാസ്റ്റർ ബിജിമോൻ ജോസഫ്, HSS സീനിയർ അസിസ്റ്റന്റ് KJ ജോസഫ് കോയിക്കൽ, PTA പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇത്തവണയും വിവിധ വകുപ്പുകൾ വീഴ്ച വരുത്തിയതായി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾ ആരോപിച്ചു. ശബരിമല മണ്ഡലകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പ്രഹസനമായെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. പരമ്പരാഗത കാനനപാതയായ സത്രത്തിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സത്രത്തിലും അനുബന്ധ പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിവിധ വകുപ്പുകൾ ഇത്തവണയും വീഴ്ച വരുത്തിയതായാണ് ആരോപണം. ഇതിൽ പ്രധാനമായും സത്രത്തിലേക്ക് എത്തുന്ന പാതയിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുന്നതിന് നിവേദനം നൽകിയിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന് കീഴിലുള്ള സത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയതായാണ് ആരോപണം. പഞ്ചായത്ത് നിർമ്മിച്ച 20 ടോയ്ലറ്റുകളും ദേവസ്വം ബോർഡിന്റെ 5 ടോയ്ലറ്റുകളുമാണ് സത്രത്തിലുള്ളത്. മുൻകാലങ്ങളിലേതിനേക്കാൾ ഇത്തവണ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതിനാൽ ഇത് വളരെ പരിമിതമായിരുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം 3 വാട്ടർ ടാങ്കുകളിൽ 2 എണ്ണം നിലത്ത് സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ശുചിമുറികളിലേക്ക് വെള്ളം എത്തുന്നില്ല. കുടിക്കുന്നതിനായി ശുദ്ധജല വിതരണ സംവിധാനം ഒരുക്കുന്നതിലും വീഴ്ചയുണ്ടായി. ശബരിമല മണ്ഡലകാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പ്രഹസനമായിരുന്നെന്നും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഭാരവാഹിയായ TC ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. സ്ഥിരമായ നിർമ്മിതി ഇവിടെ വേണമെന്നും പറഞ്ഞ് കഴിഞ്ഞ വർഷം ദേവസ്വം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാർ അവരുകളെ
സത്രത്തിൽ ഞങ്ങൾ വിളിച്ചു വരുത്തി സ്വീകരണം നൽകി ആവശ്യമായ നിവേദനങ്ങൾ നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പോലീസിന് അടിസ്ഥാനപരമായ ക്വാർട്ടേഴ്സ് സംവിധാനങ്ങൾ, ബാത്റൂം സൗകര്യങ്ങൾ, അത്യാവശ്യം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് തന്നെ ആവശ്യമായ ബാത്റൂം സൗകര്യങ്ങൾ, അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ കുറേ അധികമുള്ള വികസന സംവിധാനങ്ങൾ, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ വർഷം ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്, വരും വർഷം വരുന്ന അയ്യഭക്തന്മാർ പോലും ഇനി ദുരിതങ്ങൾ അനുഭവിക്കല്ലേ എന്ന് ഭഗവാൻ നാമത്തിലെനിക്കൊന്ന് പറയേണ്ടതുണ്ട്. കൂടാതെ സത്രത്തിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ 30-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥർ പരിമിത സൗകര്യങ്ങളിലാണ് ജോലി ചെയ്തത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം പോലും ഇവിടെ ഒരുക്കിയിരുന്നില്ല. നിലവിൽ 2 മണി വരെ മാത്രമാണ് തീർത്ഥാടകരെ പുല്ലുമേട്ടിലേക്ക് കയറ്റിവിടുന്നത്. അത് 4 മണി വരെയായി ഉയർത്തിക്കൊണ്ട് അയ്യപ്പഭക്തരുടെ യാത്രയ്ക്ക് പുല്ലുമേട്ടിലും സന്നിധാനം വരെയുള്ള ഭാഗങ്ങളിലും ലൈറ്റും മറ്റ് സംവിധാനങ്ങളും ഒരുക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. വനത്തിനുള്ളിൽ അയ്യപ്പഭക്തർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ അടിയന്തരമായി വൈദ്യസഹായം എത്തിക്കാൻ പരിമിതികളുണ്ട്. വൈദ്യസഹായ കേന്ദ്രം ആകെയുള്ളത് സത്രത്തിലും പുല്ലുമേട്ടിലുമാണ്. സീതക്കുളത്തുകൂടി വൈദ്യസഹായ കേന്ദ്രം ഒരുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പുല്ലുമേട് ദുരന്തത്തിൽ മരിച്ച അയ്യപ്പ ഭക്തരുടെ ഓർമ്മയിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ 102 സ്മൃതി ദീപങ്ങൾ തെളിയിച്ചു. തിങ്കളാഴ്ച പുല്ലുമേട്ടിൽ നിന്നും മകരജ്യോതി ദർശനം കഴിഞ്ഞു മടങ്ങി വന്ന അയ്യപ്പ ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. 2011 ജനുവരി 14 രാത്രി 8:15 പുല്ലുമേട്ടിൽ അയ്യപ്പ ഭക്തരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നത്. 2 ലക്ഷത്തോളം അയ്യപ്പ ഭക്തന്മാർ അന്ന് പുല്ലുമേട്ടിലുണ്ടായിരുന്നു. മകരവിളക്ക് കണ്ട് സ്വദേശത്തേക്ക് മടങ്ങാനുള്ള തിടുക്കത്തിനിടയിലായിരുന്നു അപകടം. വെളിച്ചക്കുറവും ഭക്തരെ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാതിരുന്നതും അപകടത്തിന് കാരണമായി. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 39 പേരും കർണാടകത്തിൽ നിന്നുള്ള 31 പേരും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 26 പേരും 3 മലയാളികളും ശ്രീലങ്കയിൽ നിന്നുമെത്തിയ ഒരാളുമടക്കമുള്ളവരാണ് ദുരന്തത്തിൽ മരിച്ചത്. പുല്ലുമേട് ദുരന്തം നടന്നിട്ട് 13 വർഷം പിന്നിടുകയാണ്. പുല്ലുമേട്ടിലുണ്ടായ അപകടത്തിൽ മരിച്ച അയ്യപ്പ ഭക്തരുടെ ഓർമ്മകൾക്ക് മുൻപിലാണ് വണ്ടിപ്പെരിയാറിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ കക്കിക്കവലയിലും ടൗണിലുമായി 102 ദീപങ്ങൾ തെളിയിച്ചത്. പുല്ലുമേട് ദുരന്തശേഷം എല്ലാ വർഷവും വണ്ടിപ്പെരിയാറിൽ ദീപങ്ങൾ തെളിയിക്കാറുണ്ട്. ദീപങ്ങൾ തെളിയിച്ച ശേഷം പുല്ലുമേട്ടിൽ നിന്നും മകരജ്യോതി ദർശനം കഴിഞ്ഞ് ആദ്യമെത്തിയ വാഹനത്തിന് ആരതി ഒഴിഞ്ഞ് അയ്യപ്പ ഭക്തരെ സ്വീകരിച്ചു. തുടർന്ന് വെളുപ്പിന് 2 മണിവരെ അയ്യപ്പ ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ഹൈന്ദവ സംഘടനാ ഭാരവാഹികളായ മോഹനൻ, അനിൽകുമാർ, TC ഗോപാലകൃഷ്ണൻ, വേണു ഗോപാലാചാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്. കട്ടപ്പന വള്ളക്കടവ് ശ്രീനാരായണ സിദ്ധാന്ത ഭജന മന്ദിരത്തിൽ മകരവിളക്ക് മഹോത്സവം നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി കട്ടപ്പന സൂര്യദേശ് അവതരിപ്പിച്ച ഭക്തിഗാനസുധയിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് എത്തിയത്. കട്ടപ്പന വള്ളക്കടവ് ശ്രീനാരായണ സിദ്ധാന്ത ഭജന മന്ദിരത്തിൽ നടന്ന മകരവിളക്ക് മഹോത്സവം ആഘോഷ കമ്മിറ്റി കൺവീനർ CN സാബു ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പ്രാർത്ഥനകൾ കൂടാതെ കട്ടപ്പന സൂര്യ തേജസ് അവതരിപ്പിച്ച ഭക്തിഗാനസുധയും നടന്നു. ഭജനയ്ക്ക് ശേഷം അന്നദാനവും നടത്തി. നിരവധി ഭക്തജനങ്ങളാണ് മകരവിളക്ക് മഹോത്സവത്തിൽ പങ്കെടുത്തത്. ശ്രീനാരായണ സിദ്ധാന്ത ഭജന മന്ദിരം പ്രസിഡന്റ് KC രാജു കാര്യമറ്റം, സെക്രട്ടറി വിനോദ് ശിവൻ, വൈസ് പ്രസിഡന്റ് PC വിനോദ്, രക്ഷാധികാരി രവി കളരിക്കൽ, അജേഷ് കുമാർ, വിജയൻ കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കുട്ടിക്കാനം മരിയൻ കോളേജിലെ 2ാം വർഷ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ ചേർന്ന് ഫീൽഡ് വർക്കിന്റെ ഭാഗമായി ഹൃദയപൂർവ്വം പദ്ധതി പ്രകാരം ശബരിമല തീർത്ഥാടകർക്ക് ചുക്ക് കാപ്പി വിതരണം ചെയ്തു. ദേശീയപാതയിൽ 63 മൈലിന് സമീപമാണ് ഇവർ ചുക്ക് കാപ്പി വിതരണം ചെയ്തത്. കുട്ടിക്കാനം മരിയൻ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിവരുന്ന ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായാണ് കൊട്ടാരക്കര ദിണ്ടക്കൽ ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന അയ്യപ്പ ഭക്തർക്കായി ഫീൽഡ് വർക്കിന്റെ ഭാഗമായി ചുക്ക് കാപ്പി വിതരണം ചെയ്തത്. മരിയൻ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥികളാണ് ചുക്ക് കാപ്പി വിതരണം നടത്തിയത്. ദേശീയപാതയിൽ 63 മൈലിന് സമീപമായിരുന്നു കാപ്പി വിതരണം. ഞങ്ങൾ മരീൻ കോളേജ് കുട്ടിക്കാനത്തിന്റെ ഭാഗമായിട്ട് ഫീൽഡ് വർക്ക് നടത്തുന്നവരാണ് വണ്ടിപ്പെരിയ CHCയിൽ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് മുന്നോടിയായിട്ട് തന്നെ ഞങ്ങളുടെ 2ാമത്തെ കമ്മ്യൂണിറ്റി പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഹൃദയപൂർവ്വം അതായത് ഇപ്പോൾ നടന്നു വരുന്ന അല്ലാതെയും ക്ഷീണിച്ചു വരുന്ന ഈ ശബരിമല പിൽഗ്രിംസിനായിട്ട് ഒരു വിശ്രമ കേന്ദ്രവും അതുപോലെ തന്നെ ജിഞ്ചർ കോഫി അതായത് ചുക്ക് കാപ്പി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പരിപാടിയിൽ 150ഓളം അയ്യപ്പ ഭക്തർ പങ്കാളികളായി. ഹൃദയപൂർവ്വം പദ്ധതി കോർഡിനേറ്റർ ശ്രീലക്ഷ്മി രാജിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊന്നത്തടി കിളിയാറുകണ്ടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ ആറാട്ട് മഹോത്സവത്തിന് നേതൃത്വം നൽകി. കിളിയാറുകണ്ടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ആറാട്ട് ഘോഷയാത്ര നടത്തിയത്. ഇതോടുകൂടി 5 നാൾ നീണ്ടുനിന്ന മഹോത്സവം കൊടിയിറങ്ങി. ശേഷം ആറാട്ട് സദ്യയും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, മേൽശാന്തി രാജേഷ് തന്ത്രികൾ, VV സോജു ശാന്തി, പ്രതീഷ് ശാന്തി, ശ്രീഹരി ശാന്തി എന്നിവരാണ് ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. CS സജീവൻ, KS രവി, ബൈച്ചു കാരൂരത്തിൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് KJ ബെന്നിക്ക് വള്ളക്കടവ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പൗരസ്വീകരണം നൽകി. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വള്ളക്കടവ് അപ്സര പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ചാണ് പൗരസ്വീകരണം സംഘടിപ്പിച്ചത്. ദീർഘകാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും വള്ളക്കടവ് ആപ്കോസ് പ്രസിഡന്റായും ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗമായും അപ്സര പബ്ലിക് ലൈബ്രറി പ്രസിഡന്റായും പ്രവർത്തിക്കുകയും ചെയ്തയാളാണ് അഡ്വക്കേറ്റ് KJ ബെന്നി. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ കിട്ടുന്നത് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ആക്കം കൂട്ടുന്നത് യാതൊരു സംശയവുമില്ല. ആമുഖത്തിന്റെയോ അവതരണത്തിന്റെയോ ആവശ്യമില്ല. നമ്മുടെ നാട്ടുകാരനായി നമ്മുടെ നാട്ടിൽ ജനിച്ച് നമ്മളോടൊപ്പം താമസിക്കുന്ന നമ്മളോടൊപ്പം വളരുന്ന ഒരു വ്യക്തി കട്ടപ്പന നഗരസഭയുടെ വൈസ് ചെയർമാനായിട്ട് കടന്നു വരിക എന്നുള്ളത് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് മാത്രമല്ല, നമ്മുടെ മറ്റ് മേഖലകൾക്കും അതിന് ഉണർവ് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ലൈബ്രറിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളുമായി നഗരസഭയിലേക്ക് കൂടുതൽ കാലം നിൽക്കുവാൻ ജഗദീശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ലൈബ്രറി വൈസ് പ്രസിഡന്റ് CJ ബാബു അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ ഷജി തങ്കച്ചൻ, സജിമോൾ ഷാജി, ലൈബ്രറി സെക്രട്ടറി VC രാജു, ഭരണസമിതി അംഗം CR മുരളി, സാബു വർഗീസ്, PG ബിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. EM മാത്യു, സജി കോലോത്ത്, അനൂപ് KK, അനീഷ് ഹരിഹരൻ, സിന്ധു മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഏകാരോഗ്യം കമ്മ്യൂണിറ്റി മെന്റർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭയിലും താലൂക്ക് ആശുപത്രിയിലും സംയുക്തമായാണ് ഏകാരോഗ്യം കമ്മ്യൂണിറ്റി മെന്റർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം നിരന്തരമായി നിരീക്ഷിച്ച മനുഷ്യനിലേക്ക് എത്തുന്നത് തടയാനും പ്രതിരോധ പ്രവർത്തനങ്ങളെ മറികടന്ന് എത്തുന്നവ നേരത്തെ കണ്ടെത്താനും നിയന്ത്രിക്കാനും ആവശ്യമായ ഇടപെടലുകൾ നടത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഏകദിന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി നിർവഹിച്ചു. തീർച്ചയായിട്ടും നമുക്ക് എടുത്തു വെക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് കരുതിയിരിക്കേണ്ടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ആരോഗ്യകാര്യം.
ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകുള്ളൂ. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഏറ്റവും നേരിടുന്ന വെല്ലുവിളികൾ നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആരോഗ്യമില്ലാത്ത ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ പോലെ മുളച്ചു വരുന്ന ഹോസ്പിറ്റലുകൾ. ഇന്ന് ഹോസ്പിറ്റലുകൾ ഒരു കച്ചവട സാധ്യത പോലെ ചെറിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ പുലർത്തി വരുന്ന ഓരോ ദിനചര്യകൾ മൂലമാണ്. പണ്ടൊക്കെ ആളുകൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, താളും തകരയും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം, അങ്ങനെയാണ് 12 മാസം പോയിക്കൊണ്ടിരുന്നത്. അതായത് ചക്കയും മാങ്ങയും, നമ്മുടെ നാട്ടുവിഭവങ്ങൾ, ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, ചേനയും ചേമ്പും 3 മാസമുണ്ട്, താളും തകരയും മുമ്മാസം, താളും തകരയുണ്ട് ഒരു 3 മാസം, അങ്ങനെ ഇങ്ങനെ 3 മാസം, അങ്ങനെ ഇങ്ങനെ 3 മാസം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ലഭിക്കാത്ത ഒരു 3 മാസ കാലഘട്ടവും പലതും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ 3 മാസവും കടന്നുപോയി. അങ്ങനെ 12 മാസം കഴിച്ചിരുന്ന ഒരു നാടൻ ശൈലിയിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അന്ന് ഇത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. പരിപാടിയുടെ ഭാഗമായി ജില്ലാ കോർഡിനേറ്റർ പ്രസന്നകുമാർ ഏകാരോഗ്യത്തെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. നഗരസഭാ കൗൺസിലർ ഷുജി തങ്കച്ചൻ അധ്യക്ഷയായിരുന്നു. HNM കോർഡിനേറ്റർ ടോണി, ജയജിമാരായ വിധു എസ് സോമൻ, സുജാത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട മാർക്കറ്റിന് സമീപത്തെ പഞ്ചായത്തിന്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങി. ഹരിതകർമ്മസേനയുടെ മാലിന്യം സൂക്ഷിക്കാൻ MCF നിർമ്മിക്കാനാണ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയത്. MCF നിർമ്മിക്കാൻ 30 ലക്ഷം രൂപയാണ് ശുചിത്വ മിഷനും പഞ്ചായത്തും സംയുക്തമായി അനുവദിച്ചിരിക്കുന്നത്. അയ്യപ്പൻകോവിലിലെ ഹരിതകർമ്മസേന മാലിന്യം സൂക്ഷിക്കുന്നത് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. മാലിന്യം സൂക്ഷിക്കുന്നതും തരംതിരിക്കുന്നതും മാട്ടുക്കട്ട മൃഗാശുപത്രിക്ക് മുന്നിലും സമീപത്തുമായിരുന്നു. ഇത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. പഞ്ചായത്തിനെതിരെ വലിയ ആരോപണത്തിനും ഇത് വഴിതെളിച്ചു. ഇതേ തുടർന്ന് വലിയ MCF നിർമ്മിക്കാൻ കഴിഞ്ഞ ബജറ്റിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. തുടർന്ന് ശുചിത്വ മിഷനും 15 ലക്ഷം രൂപ അനുവദിച്ചു. മാട്ടുക്കട്ട മാർക്കറ്റിലെ പ്രവർത്തനരഹിതമായ കെട്ടിടം പൊളിച്ചു നീക്കി വേണം MCF നിർമ്മിക്കാൻ. കെട്ടിടം പൊളിക്കാനുള്ള അനുമതി വൈകിയത് MCFന്റെ നിർമ്മാണവും വൈകാൻ ഇടയാക്കിയിരുന്നു. അനുമതി ലഭ്യമായതോടെയാണ് കെട്ടിടം പൊളിക്കാൻ തുടങ്ങിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ പറഞ്ഞു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനക്കാർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ചു വയ്ക്കുന്നതിനായി നമുക്കൊരു വലിയ MCF ഇല്ലായിരുന്നു. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ വലിയ MCFന്റെ പണി ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ നിലവിലുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനുള്ള നടപടി ആരംഭിക്കുകയും കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ വലിയൊരു MCF നിർമ്മാണം ആരംഭിച്ച് ഈ മാർച്ചോടുകൂടി അത് പൂർത്തീകരിച്ച് ഹരിതകർമ്മസേനക്കാർക്ക് കൈമാറണമെന്നാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. പഴയ കെട്ടിടങ്ങൾ 2 ദിവസങ്ങൾക്കകം പൂർണ്ണമായും പൊളിച്ചു നീക്കും. തുടർന്ന് MCFനായുള്ള കെട്ടിടം നിർമ്മാണം ആരംഭിച്ച് മാർച്ച് 31-നകം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. പീരുമേട് ചിദംബരംപിള്ള മെമ്മോറിയൽ ഗവൺമെന്റ് LP സ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചു. കുട്ടിക്കാനം മരിയൻ കോളേജിലെ 2ാം വർഷ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും മാരകമായി ബാധിച്ചിരിക്കുന്ന മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും തെറ്റായ ഉപയോഗത്തിനെതിരെയാണ് ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ പ്രദർശനവും നടത്തിയത്. പീരുമേട് ചിദംബരംപിള്ള മെമ്മോറിയൽ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിക്ക് കുട്ടിക്കാനം മരിയൻ കോളേജിലെ വിദ്യാർത്ഥികളായ ജിയോ മാർട്ടിൻ, പ്രിൻസ് ജോസഫ്, ഹെൽന അന്ന സൽജു, അമൃത, നിഖിത തോമസ്, PS ആർഷിദ്, പ്രമിത മോൾ എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വാഗമണ്ണിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മനോഹരമായ സൂര്യാസ്തമയം കാഴ്ചവെക്കുകയാണ് ഉപ്പുതറ പുളിങ്കട്ട 7ാം നമ്പർ. ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ചകൾ കാണാൻ നിരവധി ആളുകളാണ് വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത്. ഒപ്പം സോഷ്യൽ മീഡിയ റീൽസുകളിലും ഇവിടം തരംഗമായി കഴിഞ്ഞു. വാഗമണ്ണിൽ നിന്ന് ഉപ്പുതറയിലേക്ക് ഏതാനും കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ പുളിങ്കട്ട 7ാം നമ്പറിൽ എത്താം. ആരെയും ആകർഷിക്കും വിധമാണ് ഇവിടുത്തെ കാഴ്ചകൾ. വാഗമൺ ഉപ്പുതറ പാതയിൽ 7ാം നമ്പറിലെ വ്യൂ പോയിന്റിൽ നിന്നും വിദൂരമായ കാഴ്ചയാണ് കാണാനാവുക. പച്ചവിരിച്ച തേയിലക്കുന്നുകളും അവയ്ക്കിടയിലൂടെ അലങ്കാര ഭംഗി വരുത്തി നിൽക്കുന്ന തടാകവും തേയില ഫാക്ടറിയുമെല്ലാം മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നു. ഒപ്പം വ്യൂ പോയിന്റ് ഭാഗത്തു നിന്നും ചുരമിറങ്ങിച്ചെല്ലുന്ന ഭാഗം ഇതുവഴി യാത്ര ചെയ്യുന്ന ഏതൊരു സഞ്ചാരിയെയും ഒന്ന് പിടിച്ചു നിർത്തും.
പാത കടന്നു വരുന്ന ദിശയും തേയിലക്കുന്നുകളുടെ ഭംഗിയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ ഇവിടം ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. ഒപ്പം സ്വകാര്യ തേയിലക്കമ്പനിയുടെ ഭീമൻ ബോർഡും സമീപത്തെ മൊട്ടക്കുന്നുകളും ഇപ്പോൾ റീൽസുകളിൽ തരംഗമായി കഴിഞ്ഞു. വാഗമണിലെത്തുന്ന വിനോദസഞ്ചാരികളെ ഇവിടേക്ക് പ്രധാനമായും ആകർഷിക്കുന്നത് ഇവിടെ നിന്നുള്ള മനോഹരമായ സൂര്യാസ്തമയ കാഴ്ച തന്നെ. നോക്കത്താ ദൂരത്തിനും അപ്പുറം ആകാശം തൊട്ടു നിൽക്കുന്ന മലനിരകൾക്കും മേഘപാളികൾക്കും നിറം നൽകി സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച ഏറെ ആസ്വാദികരമാണ്. ഈ കാഴ്ചയാണ് 7-ാം നമ്പറിലെ ഏറ്റവും എടുത്തു പറയേണ്ട വർണ്ണവിസ്മയം. 7-ാം നമ്പറിൽ നിന്നും ഒരു വലിയ പ്രദേശമെമ്പാടും ഒറ്റ നോട്ടത്തിൽ കാണാമെന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള സൂര്യ അസ്തമയത്തിനും ചന്തം ഇരട്ടിയാണ്. ഇവിടെ നിന്നുള്ള മറ്റ് പ്രകൃതിദത്ത കാഴ്ചകളും ആരുടെയും മനം കവരും. ഒപ്പം പുലർച്ചകളിൽ ഇവിടെയുണ്ടാകുന്ന മൂടൽമഞ്ഞും സഞ്ചാരികൾക്ക് മറ്റൊരു ആസ്വാദന അനുഭവം പകർന്നു നൽകും. കൂടുതൽ സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് 7-ാം നമ്പറിലെ ഈ വ്യൂ പോയിന്റ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്ക ലേല വിവരം. ആകലോട്ട് 169, വിൽപ്പനയ്ക്ക് വന്നത് 55,482, വിൽപ്പന നടന്നത് 53,282, കൂടിയ വില 2,175, ശരാശരി വില 1,619. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 585 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,200, കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 960, കൊക്കോ 60, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,805 രൂപ, വെള്ളി 78. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ട് തന്നെ 128 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് കേരള സർക്കാരിന്റെ ആവശ്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തമിഴ്നാടും കേരളവും അയൽപ്പക്ക സ്നേഹം മറന്നുപോവേണ്ട സംസ്ഥാനങ്ങളല്ല. സുപ്രീം കോടതിയും സൂപ്പർവൈസറി കമ്മിറ്റിയും നിർദ്ദേശിച്ച ഡാമിന്റെ ബലപ്പെടുത്തൽ നടപടികൾക്ക് കേരളം ഒരു തടസ്സവും ഉന്നയിച്ചിട്ടില്ലെന്നും മന്ത്രി. രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥയായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. അവിശ്വാസ പ്രമേയം നൽകിയത് LDFന്റെ ജ്യോതി സതീഷ് കുമാറിനെതിരെ. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും നിലവിൽ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF. മൂന്നാർ ദേവികുളം അസൈൻമെന്റ് കമ്മിറ്റിയിൽ പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചു. മറയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ 43ഓളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ കമ്മിറ്റിയിൽ തീരുമാനം. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീർക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള മേഖലകളിലും പട്ടയ നടപടികൾ ഉടനെ പൂർത്തീകരിക്കാനാവുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ.
രാജകുമാരി ഖജനാപ്പാറയിൽ ഏലത്തോട്ടം ഉടമയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന CPM നേതാക്കളായ പ്രതികൾ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പ്രതികൾ കീഴടങ്ങിയത് തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശിയും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ രാജൻ, ഇദ്ദേഹത്തിന് ഡ്രൈവർ പേട്ട സ്വദേശി അനിൽ എന്നിവരെ ആക്രമിച്ച കേസിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.